അങ്ങനെ പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാവുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുകയാണ്. അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ കപ്പൽ ചൊവ്വാഴ്ച ഇറാൻ തീരത്തോട് അടുത്തു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇറാൻ പറയുന്നത് ഇറാനെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ്. തങ്ങളുടെ ഭാഗത്തും ശക്തമായ ഇതുണ്ട്, അത്യാധുനിക യുദ്ധസന്നാഹങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. പശ്ചിമേഷ്യയിൽ US കപ്പൽപ്പട വിന്യസിച്ച പശ്ചാത്തലത്തിൽ ഇറാനും ഡ്രോൺ വാഹിനി യുദ്ധക്കപ്പലായ ഷാഹിദ് ബഗേരിയെ ഹോർമുസ് കടലിടുക്കിന് സമീപം വിന്യസിച്ചു. ഇറാന്റെ ആദ്യ നാവിക ഡ്രോൺ വാഹിനി കപ്പലാണിത്. 2025 ഫെബ്രുവരിയിലാണ് കമ്മീഷൻ ചെയ്തത്. ഒരു പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണോ? ഒരിക്കലും പോവുകയില്ല. കാരണം പശ്ചിമേഷ്യയിൽ ഇറാന് തന്നെ ഏതായാലും അമേരിക്ക നേരിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിനു മുമ്പ് ഏറ്റവും എല്ലാ രാജ്യങ്ങളും സംഘടിതമായിട്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തൊരു കഥ നമുക്കറിയാം. ഈജിപ്ത്, സിറിയ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ. അത് കഴിഞ്ഞ് ഇവർ ഗൾഫ് രാജ്യങ്ങൾ കുറേ സമ്പന്നമായി അല്ലെങ്കിൽ ശക്തമായെന്നും നമുക്ക് പറഞ്ഞാൽ പോലും ഇറാന് ഒന്നും ചെയ്യില്ലെന്ന് ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം നമ്മളിതുപോലെ തന്നെ മാധ്യമ വാർത്തകൾ വെച്ച് വായിച്ച് വ്യാഖ്യാനിച്ച് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഖത്തറിൽ ഇസ്രായേൽ വരും വന്ന് താഴെ ഇറങ്ങി നിലത്തിറങ്ങി തറയിലിറങ്ങി ഖത്തറിൽ വെച്ച് കൊല്ലപ്പെട്ട കുറേ ആൾക്കാരുണ്ട് അല്ലേ? നമ്മൾ വായിച്ചല്ലേ? ഖത്തറിൽ നേരിട്ട് ഖത്തറിൻ്റെ സോവറിനിറ്റിയെ ഓടാവുല്ലി എന്ന് പറഞ്ഞ് തന്നെ ആര് വന്നു. പക്ഷെ ഞാൻ അപ്പോഴും നമ്മളൊരു ചർച്ച പറഞ്ഞു, ഖത്തർ ഗവൺമെൻറ്റിൻ്റെ സമ്മതമില്ലാതെ ഇറാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. പുറമേ ഇസ്രായേലിനോട് ശത്രുത കാണിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിന് വേണ്ടി ഇത്തരം സൗകര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കും? ഖത്തർ ചെയ്തു കൊടുത്തു എന്നാൽ ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോഴും വിചാരിക്കുന്നത്. അതുതന്നെ ഇറാൻ്റെ കാര്യത്തിൽ ഇറാൻ ഇന്ന് ഒരു പരിധി വിട്ടതിന് പോകാൻ പറ്റില്ല. ഇറാനിലെ ഒരു പകുതി വിഭാഗം ജനങ്ങളെങ്കിലും ഖൊമേനിക്കെതിരാണ്. ഖൊമേനിയുടെ ഭരണകാലത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 1-2 മാസമായിട്ട് ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങളും ജനങ്ങൾ കലാപവും മരിച്ചു. ഒരു ആയിരക്കണക്കിന് പേര് മരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇറാൻ പറയുന്നത് വിരലുകൾ കാഞ്ചിയിലാണെന്നാണ് പറയുന്നത്. വിരലുകൾ കാഞ്ചിയിലാണ് എന്നാണ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പ്രോത്സാഹിപ്പിക്കണോ വേണ്ടയോ? ഇനി വെനിസ്വലയുടെ കാര്യം കൂടെ അങ്ങ് എടുത്തു. വെനിസ്വലയുടെ ഇതുപോലെ തന്നെ കാഞ്ചിയിൽ വെച്ചോണ്ടിരുന്ന അല്ലേ? അവിടുത്തെ കറൻസിയുടെ വില, ഇറാനിലെ കറൻസിയുടെ വില ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ജനം തെരുവിലിറങ്ങും. ദാരിദ്ര്യം വരുമ്പോൾ ജനം തെരുവിലിറങ്ങും. ഇത് ബൈബിള് കയ്യിലുണ്ടെങ്കിലും ഖുറാൻ കയ്യിലുണ്ടെങ്കിലും ഗീത കയ്യിലുണ്ടെങ്കിലും ഇത് ലോക സത്യമാണ്. ലോകം മുഴുവൻ കൊണ്ടുനടക്കുന്ന കാര്യമാണ് ഇത്. ഈ പ്രക്ഷോഭങ്ങൾക്ക് ഈ കൂട്ടത്തിൽ എൻ്റെ ഒരു ചെറിയ സംശയം കൂടെയുണ്ട്. ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം, അല്ലെ ഇറാനും ഇപ്പം അമേരിക്കയും തമ്മിലുള്ള യുദ്ധം, അല്ലെ ഇറാനിലെ ആഭ്യന്തര യുദ്ധം, ഈ കൂടുതൽ ഇസ്ലാം കൊല്ലപ്പെട്ടിരിക്കുന്ന ഏത് കാര്യത്തിലാണ്? ഇസ്രായേൽ മുഖാന്തരമാണോ കൂടുതൽ മുസ്ലിം കൊല്ലപ്പെട്ടിരിക്കുന്നത്, അതോ ഇവർ തമ്മിലുള്ള യുദ്ധത്തിലാണോ? ആണോ? കുവൈറ്റിനെ കയറി ടാങ്ക് വഴി കയറ്റി കുവൈറ്റിൽ കൂടെ കൊണ്ടുപോയതാരാ? ഇസ്ലാം വേറെ രാജ്യമാണോ? മറ്റൊരു മത രാജ്യമാണോ? അല്ലല്ലോ, ഇസ്ലാം മതം പിന്തുടരുന്ന രാജ്യം തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്ന പോലെ ഇത് ബോംബുകൾ വന്ന് മുഴുവൻ വീഴുന്ന കഴിഞ്ഞ ഒരു 25 അല്ലെങ്കിൽ 30 വർഷമായിട്ട് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലാണ്. അതൊരു പക്ഷേ അമേരിക്കയുടെ കാൽക്കുലേറ്റഡ് മൂവ് തന്നെയായിരിക്കും. ഇത് ബോംബ് ചെയ്ത് തീർക്കാൻ തമ്മിൽ തല്ലി തീർന്നോട്ടെ എന്ന് ആര് കരുതും? അമേരിക്ക ചിലപ്പോൾ കരുതാം. പക്ഷേ എൻ്റെ ചോദ്യമേ, ഇപ്പം അമേരിക്കയുടെ അവസ്ഥയും അത്ര നല്ല അവസ്ഥ, സാമ്പത്തികമായി അമേരിക്ക അത്ര നല്ല അവസ്ഥയിലല്ല. കാരണം അമേരിക്കയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം സോഹ്റാം മംദാനി മേയറായി ചുമതലയേറ്റ ശേഷം ട്രംപിനെതിരെയും പല പ്രസ്താവനകൾ നടത്തി. സോഹ്റാം മംദാനിയും ട്രംപും തമ്മിലുള്ള പ്രശ്നങ്ങളും അത്ര നല്ലതല്ല. മംദാനിക്ക് പ്രത്യേകിച്ച് ഇറാനോടൊരു സോഫ്റ്റ് കോർണറുണ്ട്. മാത്രമല്ല റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചേക്കുന്നത്. പക്ഷേ റഷ്യയും ചൈനയുടെയും ഒരു അഴകുഴമ്പ നിലപാടാണ്. പ്രത്യേകിച്ച് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്തും ഫലസ്തീനെ പിന്തുണക്കുന്ന നിലപാടാണ്, വാക്കാൽ പിന്തുണക്കുന്ന നിലപാടാണ് റഷ്യയും ചൈനയൊക്കെ സ്വീകരിച്ചത്. പക്ഷേ ഇറാന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ ശക്തമായി ഇറാനെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് എത്രത്തോളം ഫലം കാണും? അല്ല, ഞാനൊരു കാര്യം കേട്ടു. നമുക്ക് ഇന്ത്യക്ക് ഇപ്പം മലാല ഒരു സ്കൂളിൽ ബോംബിടുമ്പോൾ മലാല എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക്, മലാല യൂസുഫ്സാൻ, അതിനെ നമുക്ക് അനുകൂലിക്കാൻ പറ്റുമോ? ആ സിസ്റ്റത്തെ നമുക്ക് അനുകൂലിക്കാൻ പറ്റുമോ? അനുകൂലിക്കാൻ പറ്റില്ല. ആ സിസ്റ്റത്തെ അനുകൂലിക്കാൻ പറ്റും. ഒരു മതേതര രാജ്യത്തിന്, അത് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇവിടുത്തെ കക്ഷികൾ മതേതരത്വത്തിൽ ഭരണഘടന തൊട്ട് സത്യം ചെയ്തവരാണ്. അങ്ങനെ ഒരു രാജ്യത്തിന് ഇത്തരം കാര്യങ്ങളെ അംഗീകരിക്കാൻ പറ്റുമോ? അതാണ് എൻ്റെ ചോദ്യം. ഇനി അടുത്തത് ഒന്നുകൂടെ അനുഭവം പഠിപ്പിക്കേണ്ട പാഠം,
ഇവിടെ ഇറാനിലെ ഷായ്ക്കുള്ള ഏറ്റവും വലിയ ഷാ പഹലവി ഷായുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു പപ്പറ്റായിരുന്നു എന്നാ പറയുന്നത് അങ്ങനെ. പക്ഷേ ഇറാൻ സമ്പന്നമായിരുന്നു, മറ്റു കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ കറപ്ഷൻ ഉണ്ടായിരുന്നു. ഈ കറപ്ഷനിൽ ജനങ്ങൾക്ക് മടുത്ത് ജനവിരോധം ഉണ്ടായപ്പോൾ അത് ഭംഗിയായിട്ട് ആര് മുതലെടുത്തു? ആയത്തുള്ള ഖൊമേനി മുതലെടുത്തു. അപ്പോൾ ഷായെ എതിർത്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, എമ്പാടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആർക്ക് പിന്തുണ നൽകി? ഈ ഖൊമേനിക്ക് പിന്തുണ നൽകി. അപ്പോൾ അന്നിവിടെ കോൺഗ്രസ്സുകാർ പോലും മുദ്രാവാക്യം വിളിച്ചു, ഞങ്ങളുടെ സദ്ദാം രാജീവ് ഗാന്ധി അല്ലെങ്കിൽ ഞങ്ങളുടെ ഖൊമേനി. പക്ഷേ ഷാ അധികാരത്തിൽ വന്ന് ഏറ്റവും കൂടുതൽ ആദ്യം ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കുകയത്. അല്ല, ഷാ അല്ല, ഖൊമേനി അധികാരത്തിൽ വന്ന് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാർ കൂട്ടക്കുരുതി ചെയ്യപ്പെട്ട സ്ഥലം ഏതാണെന്നറിയോ? ഖൊമേനിയുടെ കാലത്താണ്, ഇറാനിലാണ്. അതിനെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അതിപ്പോൾ ഇറാൻ പറയുന്നത് യുഎസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകി. ഞങ്ങളുടെ ഭൂമിക്കോ ആകാശത്തിനോ സമുദ്രത്തിനോ നേരെയുണ്ടാകുന്ന ഏത് ആക്രമണത്തിനെതിരെയും ഉടനടി ശക്തമായി തിരിച്ചടിക്കാൻ ഇറാന്റെ ധീരമായ സായുധ സേന പൂർണ്ണ സജ്ജരാണ്. കാഞ്ചിയിലാണ് അവരുടെ വിരലുകൾ. ആണവ നിർവ്യാപന കരാറിലെത്തിയില്ലെങ്കിൽ രൂക്ഷമായ ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിലായിരുന്നു പ്രതികരണം. അപ്പോൾ ഒന്നാലോചിക്കുക, ഇറാന് പ്രതികാരം ചെയ്യേണ്ട ഒത്തിരി കഥകൾ, ഇങ്ങനെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇസ്രായേലിനെ ഇപ്പോൾ തവിടുകൂടിയാകുമെന്ന് പറഞ്ഞു അല്ലേ? ഇസ്രായേലിനെ തവിടുകൂടിയാകും. ഗാസയിലെ യുദ്ധത്തിന് ഇസ്രായേലിനെ പണീഷ് ചെയ്യപ്പെട്ടിരിക്കും. ഇറാൻ്റെ ആൾക്കാരും കുറേ പേര് കൊല്ലപ്പെട്ടില്ലേ, തലവന്മാരെ, പ്രധാനപ്പെട്ട ആൾക്കാർ ഒത്തിരി പേര് കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഇടപാട് തീർക്കുമെന്നാണ് പറഞ്ഞു. നമ്മൾ ഏറ്റു പറഞ്ഞു ഇപ്പോൾ തീർക്കും. എന്ത് ഇറാൻ വല്ലതും ചെയ്തോ? ഇതിനു മുമ്പ് ചെയ്ത കാര്യത്തിന് ചെയ്യട്ടെ. പക്ഷേ അഥവാ ഒരു യുദ്ധത്തിലേക്ക് പോയാണെങ്കിൽ, നമുക്കറിയാം 6 മാസം മുമ്പും യുദ്ധം ഉണ്ടായിരുന്നു. ഇറാനെ അമേരിക്ക ഒരു ചെറിയ രീതിയിലൊക്കെ അടിയായിട്ടുണ്ടായി. പക്ഷെ ഇറാനും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായാലും കാര്യമായ ഡാമേജ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇറാൻ ചെയ്തത് ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിന്നൽ ആക്രമണം നടത്തുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. കാരണം എൻ്റെ പല കുടുംബത്തിലെ ഖത്തർ ഇസ്ലാമിക രാജ്യമാണല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ഖത്തറൊക്കെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടാണ്. അവിടെ എങ്ങനെ അമേരിക്കൻ സൈന്യത്തോളം വന്നേ? സൈന്യത്താവളം ഖത്തറിലും മാത്രമല്ല, പല മിഡിൽ ഈസ്റ്റ് പല രാജ്യങ്ങളുണ്ടല്ലോ. ഖത്തർ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണെങ്കിൽ ഇറാൻ അമേരിക്കക്കെതിരായിട്ട് സമരം ചെയ്യുന്ന കാലത്ത് ഖത്തറിലെ അമേരിക്കൻ സൈന്യത്താവളം ഓപ്പറേറ്റ് ചെയ്യാൻ ഖത്തർ അനുവദിക്കുകയോ ഇല്ലയോ? അനുവദിക്കും. അതെന്ത് യുക്തിയാണ്? അത് ഖത്തറിൽ മാത്രമല്ല, പല രാജ്യങ്ങളിലുണ്ട്. മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും സൗദി പല കാലത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ രാജമോഹൻ ചേട്ടൻ പറഞ്ഞ പല കാര്യങ്ങളെ കുറിച്ച് പറയാണ്. 2 ദിവസം മുമ്പ് UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഒരു പ്രതികരണം വന്നു. ഇറാനെതിരെ അമേരിക്ക നീങ്ങിയാൽ തങ്ങളുടെ വ്യോമാതിർത്തിയോ സമുദ്രാതിർത്തിയോ അതോ കരാതിർത്തിയോ ഞങ്ങൾ തുറന്നു തരില്ല. ഇറാനെതിരെ ശക്തമായ നീക്കത്തെ ഞങ്ങൾ അപലപിക്കുകയും ഞങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു തരില്ലെന്ന നിലപാടാണ് UAE എടുത്തത്. എന്നിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് ചെയ്തു കൊടുക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. അതും പറയാം. ഈ ഇറാഖുമായിട്ടുള്ള അമേരിക്കൻ പ്രശ്നം ഉണ്ടായല്ലോ, സദ്ദാം ഹുസൈൻ്റെ പ്രശ്നം. അഫ്ഗാനിസ്ഥാനിലും അന്ന് ഈ അറബ് കൗൺസിലും ഇസ്ലാമിക് ആ രാജ്യം ഓയിൽ എക്സ്പോർട്ടിങ്സ് അവരുടെ സംഘടന എല്ലാം പ്രഖ്യാപനം ഇറക്കും. യുദ്ധസന്നാഹങ്ങൾ, അമേരിക്കയുടെ യുദ്ധസന്നാഹങ്ങൾ യാതൊരു കാരണവശാലും നമ്മൾ സഹകരിക്കില്ല. ഇന്ത്യയിലാണ് റീഫ്യൂവലിംഗ് നടത്തിയിരുന്നത്. സൗദിയിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങൾക്ക് അമേരിക്കയുടെ കുവൈറ്റ് യുദ്ധത്തിൽ സൗദി സഹായിച്ചോ ഇല്ലയോ? അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താങ്കൾ സമ്പന്നനായാലും തങ്ങളുടെ വീട്ടുകാരെ സമ്പന്നനായാലും തങ്ങളുടെ രാജ്യം സമ്പന്നമായാലും ആ സമ്പത്ത് കൈയൊഴിയാൻ നമ്മൾ തയ്യാറാകില്ല. എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ്. ഇന്നലെ ഖത്തറിന് നഷ്ടപ്പെടാൻ ഒത്തിരിയുണ്ട്, UAEക്ക് നഷ്ടപ്പെടാൻ ഒത്തിരിയുണ്ട്, സൗദിക്ക് നഷ്ടപ്പെടാൻ ഒത്തിരിയുണ്ട്, നൈജീരിയക്ക് കാര്യമായിട്ടില്ല. അതുകൊണ്ടാണ് പ്രശ്നം. പക്ഷേ എന്താണെന്നറിയോ രാജമോഹൻ ചേട്ടാ, പൊതുവേ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ UAE, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, അങ്ങനെ പോകുന്ന രാജ്യങ്ങളുണ്ടല്ലോ, സൗദി അറേബ്യ, ഈ രാജ്യങ്ങളൊക്കെ പൊതുവേ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുമെങ്കിലും അമേരിക്കയെ പേടിയായിട്ടല്ല, സാമ്പത്തികമായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ക്രയവിക്രയങ്ങളുടെ ലാഭനഷ്ടങ്ങളുണ്ട്. ഇപ്പം ഇവിടെ ചിലർ വാശിക്ക് യോജിക്കുന്നതായിരിക്കും ഇന്ത്യ സൗദി അറേബ്യ ആയിട്ട്, അല്ല ഇന്ത്യ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കില്ല. അല്ല, അറബ് രാജ്യങ്ങളിൽ ഒരു രാജ്യങ്ങൾ ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ടോ? ഹിന്ദുവിന് ഇന്ത്യയേ ഉള്ളൂ. ക്രിസ്ത്യൻ രാജ്യങ്ങൾ എവിടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്? ഇപ്പോഴത്തെ ഉക്രൈൻ റഷ്യയായിട്ട് തർക്കമല്ലേ? ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഈ ഇറാൻ അമേരിക്ക യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ
ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നിലപാടൊന്നും വന്നിട്ടില്ല. അല്ല, ഇന്ത്യക്ക് ഇറാനെ തള്ളിപ്പറയാൻ പറ്റില്ല. സാംസ്കാരികമായ പരമ്പരാഗതമായ ബന്ധങ്ങൾ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് തള്ളിപ്പറയില്ല. പക്ഷേ ഇറാനെ സഹായിക്കണമെന്നില്ല അമേരിക്ക എതിർക്കാൻ വേണ്ടി. അതുകൂടിയുണ്ട്. അങ്ങനെയുണ്ട്. ഇങ്ങനെ കൈയും കെട്ടി നിന്ന് അഭിപ്രായം പറയുന്ന മാന്യന്മാരില്ലേ. ഒരു മാന്യൻ്റെ റോള് ആർക്കും മോനെ മാറിപ്പോള എന്ന് പറയുന്ന ആ റോളിനപ്പുറത്തേക്ക് ഇന്ത്യ പോവുകയില്ല. അതുകൊണ്ട് ഞാനൊന്ന് പറയുന്നു, ഇതിൻ്റെ പേരിൽ ഇറാൻ എന്തെല്ലാം ഇറാൻ ഇതുപോലെ ആ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന് പകരം ഇറാൻ അവരുമായി ചർച്ച ചെയ്തൊരു കോംപ്രമൈസിലേക്ക് പോകും. ആ കോംപ്രമൈസ് ഖൊമേനി പറയുന്ന പോലുള്ള കോംപ്രമൈസ് ആയിരിക്കും. അമേരിക്കയും ജയിച്ചു, ഖൊമേനിയും ജയിച്ചു എന്നുള്ളൊരവസ്ഥയിൽ ഇത് അവസാനിക്കും. തുർക്കി മധ്യസ്ഥ ശ്രമവുമായി തുർക്കി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. തുർക്കി ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്, നാറ്റോയിലെ മെമ്പറാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, തുർക്കിയുടെ ഇടപെടൽ എത്രത്തോളം ഇതിന് സഹായകരമാകും? ഇറാൻ അമേരിക്ക ഈ സംഘർഷത്തിന്റെ മധ്യസ്ഥ ഇടപെടൽ നടത്തും, രണ്ടു കൂട്ടരും നടത്തും. ഗാസയിൽ എങ്ങനെ നിന്നത് അവസാനം മധ്യസ്ഥ ചർച്ചയിൽ ഒത്തുതീർപ്പെന്ന് പറഞ്ഞാൽ നിർത്തിയിരിക്കുന്നത്. എപ്പോഴും ആൾക്കാർ കൊല്ലുന്നുണ്ട്, അത് വേറെ കാര്യം. ഗാസയിൽ എങ്ങനെ ഒത്തുതീർപ്പുണ്ടായത്? പാലസ്തീൻ എങ്ങനെ ഉണ്ടായത്? ചർച്ചയിൽ അമേരിക്കയായിട്ട് ചർച്ച ചെയ്ത് ഒത്തുതീർപ്പുണ്ടാകുക. ഇത് ആരെ എതിർക്കുന്ന ആ രാജ്യമായിട്ടാണ് ചർച്ച ചെയ്ത് ഒത്തുതീർപ്പുണ്ടാക്കുന്നത്. പാലസ്തീനുമായിട്ട് പിന്നീടുള്ള എല്ലാ സഹായം ചെയ്തു കൊടുത്താരാ? അമേരിക്കയല്ലേ. വിയറ്റ്നാമിൽ ഇന്ന് സഹായം ചെയ്ത് കൊടുക്കും. സൗത്ത് വിയറ്റ്നാം ആരുടെ കൂടെ നിൽക്കുന്നത്? അമേരിക്ക ഏറ്റവും കൂടുതൽ ക്രൂരമായി ആക്രമിച്ചിട്ടുള്ള രാജ്യമാണ് സൗത്ത് വിയറ്റ്നാം. വിയറ്റ്നാം മൊത്തം, നോർത്ത് വിയറ്റ്നാം, സൗത്ത് വിയറ്റ്നാമും. ഇന്ന് ആ സൗത്ത് വിയറ്റ്നാം ആരുടെ കൂടെയാണ്? അപ്പോൾ ഇത് സാമ്പത്തിക കണക്കിലേക്ക് വരുമ്പോൾ ഇതെല്ലാം അങ്ങ് മറക്കും, എല്ലാവരും മറക്കും. റഷ്യക്ക് ഇപ്പോൾ ഉക്രൈനെ പൂർണ്ണമായിട്ട് കീഴടക്കാൻ പറ്റത്തന്നെ ഒറ്റ ദിവസം മതി, ഒരു മണിക്കൂർ മതി ഉക്രൈനെ ഇല്ലാതാക്കാനല്ലേ. എന്താ ചെയ്യാത്ത? ഈ എത്രയോ ആയിരം റഷ്യക്കാർ മരിച്ചുകൊണ്ടിരിക്കുക, പട്ടാളക്കാർ. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ്? അമേരിക്ക ഒരു അവസരം നോക്കിയിരിക്കുക. അമേരിക്ക ഇടപെടാൻ അമേരിക്കക്ക് ശക്തമായ പിന്തുണയുമായി ഇസ്രായേലുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഇത് ചെറിയ രാജ്യം, അപ്പോൾ ജനസംഖ്യയിൽ കാര്യമില്ല. അത് അങ്ങനെയല്ല രാജമുജേടാ. നമുക്കറിയാലോ, ഇപ്പോൾ ഫലസ്തീനുമായിട്ട് 1.5 വർഷമായിട്ട് ഫലസ്തീന് മേൽ നരകയാതനയാണ് ഫലസ്തീൻ ജനത അനുഭവിക്കുന്നത്. റഫ അതിർത്തി ഇപ്പോഴും തുറന്നു കൊടുത്തിട്ടില്ല. പതിനായിരങ്ങൾ, ലക്ഷക്കണക്കിന് പേര്, പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നിഷ്ഠൂരമായി കൊല ചെയ്യുകയാണ് ഇസ്രായേൽ സൈന്യം. ഭക്ഷണമില്ല, മരുന്നില്ല, വെള്ളമില്ല, അവശ്യ വസ്തുക്കളില്ലാതെ, വസ്ത്രങ്ങളില്ലാതെ ഫലസ്തീൻ ജനത നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ജൂതന്മാരെ ആരും കൊന്നിട്ടില്ലേ? ഇസ്രായേൽ കയറി ആക്രമിച്ച വഴിക്ക് ആരും ചത്തില്ലേ? റോസാപുഷ്പം മുതലിട്ട് തിരിച്ചടിയല്ല. ഇത് ഒക്ടോബർ 27 റോസാപുഷ്പം മുതറാൻ പോയതാണോ? അവിടെ കൊല്ലുകയത്, കൂട്ടക്കൊലയായത്. അതിനെപ്പറ്റി നിശബ്ദമായിരുന്നിട്ട് മറ്റേത് മാത്രം പറയാൻ പറ്റില്ല. നമുക്ക് രണ്ട് ഇസ്രായേലിൻ്റെ ക്രൂരതയോടും മറ്റേ ഇവരുടെ ക്രൂരതയോടും പാലസ്തീൻ്റെ ക്രൂരതയും നമ്മൾ എതിർക്കും. പാലസ്തീൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത രാജ്യം ഇന്ദിരാഗാന്ധി, അല്ല നേതാവ് ഇന്ദിരാഗാന്ധി, രാജ്യം ഇന്ത്യ ആയിരുന്നു. പാലസ്തീന് പ്രശ്നമില്ലെന്നേ. അവിടെ ചെന്ന് പുറത്തുനിന്നുള്ള ഈ സിറിയ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മാത്രമേ പാലസ്തീനുള്ളൂ. പാലസ്തീൻ നാളെ ഏത് സമയത്ത് ഇസ്രായേലായിട്ട് ഇപ്പോഴും സുഖമായിട്ട് അവർ ജീവിക്കില്ല. ഒക്ടോബർ 27 വരെ പാലസ്തീൻ എന്നുള്ളൊരു ആക്രമിച്ച റിപ്പോർട്ട് പറയാം. ഈ കഴിഞ്ഞ ഒക്ടോബർ 27 ഗാസയിൽ ഹമാസ് കയറി അങ്ങോട്ട് ആക്രമിക്കുന്നത് വരെ കഴിഞ്ഞ 1-2 വർഷമായിട്ട് പാലസ്തീനിൽ സ്വാഭാവികമല്ലേ. ഇപ്പോൾ ഈ ഫലസ്തീനെ ആക്രമിച്ചാൽ അതവർ ഫലസ്തീൻ്റെ ഹമാസ് എന്ന് പറയുന്ന ചെറുത്തുനിൽപ്പ് സംഘടന പ്രതിരോധിക്കും. ഞാനിപ്പോൾ രാജ്മോഹൻ ചേട്ടനെ ഒരു 10 അടി അടിച്ചെന്ന് വെച്ചോ, 10 അടി വെച്ചാൽ രാജ്മോഹൻ ചേട്ടൻ സ്വാഭാവികമായിട്ട് 2 അടിയെങ്കിലും എനിക്ക് അടിക്കൂലേ? അതേ ഫലസ്തീൻ ചെയ്യുന്നുള്ളൂ. PLO ഇപ്പോൾ ഇവിടെ ഉണ്ട്. PLO അറിയാമല്ലോ, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ ആംഡ് ഫോഴ്സായിരുന്നു പാലസ്തീൻകാരുടെ. അവരിന്ന് അവിടെ ഉണ്ട്. അവരാരുമായിട്ടാണ് സന്ധി ചെയ്തത്? ഇത് അന്താരാഷ്ട്രീയ പ്രശ്നങ്ങളിലുള്ളത് അവിടുത്തെ ബലാബലങ്ങൾ തീരുമാനിക്കുന്നത് സാമ്പത്തിക ക്രയവിക്രയങ്ങളും മറ്റു കാര്യങ്ങളുമാണ്. ട്രംപാണ് ഏറ്റവും നല്ല യുദ്ധതന്ത്രജ്ഞൻ. ട്രംപിൻ്റെ ആയുധം മനുഷ്യനെ കൊല്ലുന്ന ആയുധമല്ല, ട്രേഡ് വാർ, താരിഫ് കൂട്ടുക. അപ്പോൾ അതിനെ ഞാൻ സ്വാഗതം ചെയ്യാം. പക്ഷേ രാജ്യാന്തര മാധ്യമങ്ങളായ അൽ ജസീറയും BBC ഒക്കെ പറയുന്നത് ഇറാനെ അമേരിക്ക ആക്രമിക്കില്ല എന്നാണ് പറയുന്നത്. പറയാനുള്ള കാരണം, ആക്രമിച്ചാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥക്കുണ്ടാവുന്ന കനത്ത ആഘാതം വലുതായിരിക്കും. അത് പറഞ്ഞറിയിക്കാനാവുന്നതിനും അപ്പുറമായിരിക്കും എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നത്. ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തല്ല, ഇറാനിൽ അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള ഗവൺമെൻറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വെനിസ്വല ചെയ്യുന്ന അങ്ങനെയാണ്. വെനിസ്വല അമേരിക്കയുടെ ഭാഗം ഒന്നാക്കിയിട്ടില്ലുണ്ടോ? വെനിസ്വല അമേരിക്കയുടെ ഭാഗമാക്കിയിട്ടുണ്ടോ? അമേരിക്കയ്ക്ക് താല്പര്യമുള്ളൊരു ഗവൺമെൻറ് അവിടെ കൊണ്ടുവരിക. 8-10 വർഷം ഭരിച്ചാൽ മതിന്നേ. അതിനിടയ്ക്ക് ഇറാനിലെ എണ്ണം കൊണ്ടാവും പൊക്കോളൂ. അത്രേ ഉള്ളൂ. ഇത് ട്രംപ് ഡയറക്റ്റായിട്ട് പറഞ്ഞു, ഞാനൊരു ട്രേഡറാണ്, ലാഭമാണ്, അമേരിക്കയ്ക്ക് കിട്ടുന്ന ലാഭമാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ എത്ര യുദ്ധങ്ങൾ ഒരു ദിവസത്തേക്കെങ്കിലും സമാധാനക്കാരെ ഒപ്പിട്ടാൽ 1000 പേരെങ്കിലും രക്ഷപ്പെടുമോ? ഒരു ദിവസം, ഒരു മണിക്കൂർ യുദ്ധം നിർത്തി വെച്ചാൽ. അതിനാണ് ട്രംപ് ശ്രമിക്കുന്നത്. മൊത്തം എല്ലാം കൂടെ, എല്ലാ സമാധാന കരാറും കൂടെ ഒരുമിച്ച് ഉണ്ടായാലും നിർത്തും. ഇന്ന് ഒരു ദിവസത്തേക്ക് നിർത്തി വെച്ചാൽ മതി.
ആ ട്രംപിൻ്റെ പോളിസികൾ ഒത്തിരി നമ്മൾ കാണാതെ ട്രംപിനോടുള്ള വിരോധം കാരണം, അമേരിക്കയോടുള്ള വിരോധം കാരണം നമ്മൾ അമേരിക്കയുടെ ഇന്ന് അമേരിക്കൻ കറൻസിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഡോളർ, നമ്മൾ ഇന്ത്യൻ റുപ്പിയും ഡോളറുമായിട്ടുള്ള വില എങ്ങനെ ഇപ്പോൾ ആലോചിച്ച് നോക്ക്. വെനിസ്വലൻ കറൻസികളെ ഇറ്റാലി ലിറയെ തോപ്പിച്ചു ഇപ്പോൾ വെനിസ്വലൻ കറൻസി ഇല്ലേ. അപ്പോൾ ഇങ്ങനെ ഇത്തരം സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പഠിക്കാതെ നമ്മൾ ഇവിടെ നിന്ന് വാചടിച്ചിട്ട് കാര്യമില്ല. നമ്മളിതിൻ്റെ ശിശുക്കളാണ്, നമ്മൾ ഏതെങ്കിലും മീഡിയ തരുന്ന വാർത്തയാണ് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നത്. എന്തായാലും നമുക്ക് യുദ്ധം ഉണ്ടാകുമോ, ഇറാൻ അമേരിക്കയെ തിരിച്ചടിക്കുമോ, അതോ ഇനി അമേരിക്കയാണ് ശക്തമായ ആക്രമണം നടത്തുമോ എന്ന കാര്യത്തിൽ കാത്തിരുന്ന് കാണാം. ഈ ചോദ്യം ഉണ്ടാകാൻ തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായി ഉണ്ടായി. ആ സമയത്തെല്ലാം ഞാൻ കൃത്യമായി പറയുന്ന അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുകയില്ല, അലാസ്കയിൽ യുദ്ധം ഒരിക്കലും ഉണ്ടാകുകയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്തു എന്ന് കാണിക്കാൻ വേണ്ടി വല്ലോ പടക്കം പൊട്ടിക്കണം, പടക്കം പിടിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ.